ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ആംഗിൾസ്, ആവറേജ്, കോണുകൾ, ശരാശരി തുടങ്ങിയ പാഠഭാഗങ്ങളുടെ പേജ് വൈസ് പ്രോബ്ലം സൊല്യൂഷൻ, ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് 6 മാർക്സ് ഓൺലൈൻ ക്ലാസ് എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 35ലെയും 36ലെയും പ്രോബ്ലംസ് ആണ്. നമുക്ക് 5 പ്രോബ്ലംസ് ആണുള്ളത്. അതിൽ 5ാമത്തെ പ്രോബ്ലംസിൽ നമുക്ക് ഒരു 6 പ്രോബ്ലംസ് ഉണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. 1 മീറ്റർ നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി ഇതിൽ ഒരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണ്? സെൻറ്റിമീറ്റർ പറഞ്ഞാലോ. A string of length 1 meter is cut into 5 equal parts. What is the length of half of one such piece? How many centimeters? അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം. ചരടിന്റെ നീളം എത്രയാണ്? 1 മീറ്റർ ആണ്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് 1 മീറ്റർ. ഇനി എന്താ പറഞ്ഞത്? ചരട് 5 സമഭാഗങ്ങളാക്കി എന്നാണ് അല്ലേ. 1 meter is cut into 5 equal parts എന്നാണ് പറഞ്ഞത്. ചരട് 5 സമഭാഗങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന്റെ നീളം 5 സമഭാഗങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന്റെ നീളം എത്രയായിരിക്കും? 1 into 1/5. 1 ഗുണിക്കണം 1/5. ദാറ്റ് ഈസ് 1/5 meter. Length of one part out of 5 equal parts, that is 1/5 meter. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? നമുക്കറിയാം പകുതി അല്ലേ, അതിന്റെ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് വൺ സച്ച് പീസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ പകുതി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? 1/2 ആണ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. മുക്കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഒരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം ഹാഫ് ഓഫ് 1/5. അപ്പൊ 1/5 ആണ്. അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5 into 1/2. അപ്പോൾ 1 ഗുണിക്കണം 1 1, 5 ഗുണിക്കാൻ 2 10. 1 into 1 1, 1/10. 5 into 2 1/10. അപ്പോൾ 1/10 മീറ്റർ. നമ്മുടെ ആൻസർ എത്രയാണ്? 1/10 മീറ്റർ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? എത്ര സെന്റിമീറ്റർ ആണ്? അപ്പൊ നമുക്കറിയാം സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ 1/10 മീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. 1/10 മീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മള് എന്തിലാ പറയേണ്ടത്? ഇനി സെന്റിമീറ്ററിലാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 100 ചെയ്താൽ മതി. 1/10 into 100. 1/10 into 100 എന്ന് പറയുമ്പോൾ 1 into 100 100. 100/10. 100/10 എന്ന് പറയുമ്പോൾ നമ്മൾ സീറോസും കട്ട് ചെയ്തു. അപ്പൊ എന്താണ്? 10/1. 10/1 ആണുള്ളത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ വന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ 1 മീറ്റർ ആണ് ഉള്ളത്. അതിനെ നമ്മൾ 5 സമഭാഗങ്ങളാക്കി 5 ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ 1/5 മീറ്റർ ആക്കി. 1/5 മീറ്ററിന്റെ ഹാഫ് ആണ് നമ്മളോട് പറഞ്ഞത്. 1/5 into 1/2. ഹാഫ് എന്ന് പറഞ്ഞാൽ 1/5 into 1/2. അപ്പൊ നമുക്ക് 1/10 മീറ്റർ കിട്ടി. പിന്നെ നമ്മളോട് പറഞ്ഞത് അത് സെന്റിമീറ്ററിലാക്കണമെന്ന്. അപ്പൊ നമ്മൾ into 100 ചെയ്തു. 100 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 10 സെന്റിമീറ്റർ എന്ന ഉത്തരം കിട്ടി. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. അതിൽ ഒരു കുപ്പിയുടെ കാൽഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. എത്ര ലിറ്റർ പാൽ എടുത്താണ് ചായ ഉണ്ടാക്കിയത്? മില്ലി ലിറ്റർ പറഞ്ഞാലോ. അപ്പോൾ 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 1 ലിറ്റർ പാൽ 2 കുപ്പികളിൽ നിറച്ചു. 1 ലിറ്റർ പാലിന് ഡിവൈഡ് ചെയ്തു, ഒരേപോലെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1 ലിറ്റർ പാല് ഡിവൈഡ് ചെയ്താൽ ഒരു കുപ്പിയിൽ എത്ര ഉണ്ടാവും? ഒരേപോലെ ഡിവൈഡ് ചെയ്താൽ 1/2 ലിറ്റർ ആണ് ഉണ്ടാകുക. 2ൽ 1, 1/2. അതിൽ ഒരു കുപ്പിയുടെ കാൽഭാഗം എടുത്ത് അതിൽ നിന്ന് അതിൻ്റെ ഒരു കാൽഭാഗം എടുത്തിട്ടാണ് എന്തുണ്ടാക്കിയത്? ചായ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലുള്ള ചോദ്യം വായിച്ചു നോക്കാം. 1 ലിറ്റർ ഓഫ് മിൽക്ക് fills 2 identical bottles. A quarter of the milk in one bottle is used to make a cup of tea. How much milk was used to make tea? How many milliliters? ഇതൊക്കെ മില്ലിലിറ്റേഴ്സിലും നമ്മൾ ചെയ്യണം. ഓക്കെ, പാലിന്റെ ടോട്ടൽ മിൽക്ക്, പാലിന്റെ ആകെ അളവ് എത്രയാണ്? 1 ലിറ്റർ ആണ് പാലുള്ളത്. പാൽ എത്രയാണുള്ളത്? 1 ലിറ്റർ. അപ്പോൾ ഒരു കുപ്പിയിലുള്ള പാലിന്റെ ആകെ അളവ്. അപ്പൊ നമ്മൾ 2 ബോട്ടിലേക്ക് ആക്കി. അപ്പൊ നമ്മൾ ഒരു കുപ്പിയിലുള്ള പാലിന്റെ അളവ് എത്രയാണ്? 1/2 ലിറ്റർ.
1/2 ലിറ്റർ. ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ 1 ബോട്ടിൽ 1/2 ലിറ്റർ. ഇനി ചായ ഉണ്ടാക്കിയ പാലിന്റെ അളവ്, അതിൽ നിന്ന് എത്രയാണ് നമ്മൾ എടുത്തത്? 1/4 ഭാഗം അല്ലെ, 1/4 ഭാഗം എടുത്തിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ നോക്കിയത്. ക്വാർട്ടർ ഓഫ് മിൽക്ക്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ആണ്. അപ്പോൾ ചായ ഉണ്ടാക്കിയ പാലിന്റെ അളവ് എത്രയാണ്? 1/2 ഇൻറ്റു 1/4. 1/2 ഗുണിക്കണം 1/4. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ടേക്കൻ ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. അപ്പോൾ നമുക്ക് അത് ഇൻറ്റു ചെയ്ത് നോക്കാം. 1 ഗുണിക്കണം 1 1, 2 ഗുണിക്കണം 4 8, 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 4 8. അപ്പം 1/8 ലിറ്റർ. മനസ്സിലായല്ലോ? ഓക്കെ, 1/8 ലിറ്റർ ആണ്. ഇനി ഇതും നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? മില്ലി ലിറ്ററിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ ആണ്. അപ്പൊ സിമ്പിൾ ആണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു കിട്ടിയ ആൻസറിനെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1/8 ഇൻറ്റു 1000. 1/8 ഗുണിക്കണം 1000. അത് നമ്മള് അപ്പൊ നമുക്ക് കിട്ടുക എങ്ങനെയാണ്? 1000/8 അല്ലേ? 1000 ഡിവൈഡഡ് ബൈ 8. അത് നമ്മൾ ഡിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 125 മില്ലി ലിറ്റർ കിട്ടും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആകെയുള്ള എത്രയാണ്? 1 ലിറ്റർ ആണ്. 1 ലിറ്ററിന്റെ അത് 2 കുപ്പിയിലാക്കിയപ്പോൾ ഈക്വലായി. അപ്പം 1/2 ലിറ്റർ. പിന്നെ അതിന്റെ ക്വാർട്ടർ എടുത്ത് ചായ ഉണ്ടാക്കി. അപ്പം 1/2 ഇൻറ്റു 1/4 1/8 ലിറ്റർ. അതിന് ഇനി നമ്മൾ മില്ലി ലിറ്ററിൽ പറയണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 1000 കൊണ്ട് 1000 കൊണ്ട് ഗുണിച്ചു. അപ്പം നമുക്ക് എന്ത് കിട്ടി? 125 മില്ലി ലിറ്റർ കിട്ടി. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. മൂന്നാമത്തെ പ്രോബ്ലം വായിച്ചു നോക്കിയാൽ മൂന്നാമത്തെ ചോദ്യം നോക്കാം. 1 കിലോഗ്രാം ചേന 3 സമഭാഗങ്ങളാക്കി അതിലൊരു ഭാഗം വീണ്ടും പകുതിയാക്കി. ഈ കഷ്ണത്തിന്റെ തൂക്കം എത്ര കിലോഗ്രാം ആണ്? 1 കിലോഗ്രാം യാം ഈസ് കട്ട് ഇൻടു 3 equal pieces. One of the pieces is halved. What is the weight of this piece? പ്രോബ്ലം നോക്കൂ. ചേനയുടെ ഭാരം എത്രയാണ്? 1 കിലോഗ്രാം ആണ്. വെയിറ്റ് ഓഫ് ദ യാം 1 kg. ഇനി സമഭാഗങ്ങളുടെ എണ്ണം എത്ര സമഭാഗങ്ങളാക്കി എന്നാണ് പറഞ്ഞത്? 3 അല്ലെ? നമ്പർ ഓഫ് ഈക്വൽ പീസസ് 3 ആണ്. ഓക്കെ, വെയിറ്റ് ഓഫ് 1 ഈക്വൽ പാർട്ട്. ഒരു കഷ്ണത്തിന്റെ ഭാരം എത്രയാണ്? 1/3. അതായത് 1 കിലോഗ്രാം നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കിയാൽ എത്രയായിരിക്കും? 1/3. 1 ഇൻറ്റു 1/3. 1 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ 1/3 kg. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഒരു കഷ്ണത്തെ വീണ്ടും പകുതിയാക്കിയാൽ അതിന്റെ ഭാരം. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ഹാഫ് ഓഫ് ദ 1/3 പാർട്ട്. അപ്പോൾ ഈ 1/3നെ വീണ്ടും ഹാഫ് ആക്കുക അല്ലെങ്കിൽ പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3ന്റെ 1/2 കാണാം. 1/3 ഇൻറ്റു 1/2. അപ്പോൾ 1 ഗുണിക്കണം 1 1, 3 ഇൻറ്റു 2 6. 1/6 കിലോഗ്രാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1/6 കിലോഗ്രാം. ഓക്കെ, നാലാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പെൺകുട്ടികളാണ്. അവരിൽ 1/3 കുട്ടികൾ ഗണിത ക്ലബിലുണ്ട്. ഇവർ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണ്? ശ്രദ്ധിച്ച് ചോദ്യം വായിക്കണം. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പെൺകുട്ടികളാണ് അല്ലേ? 1/2 ഗേൾസ് ആണ്. അതിൽ തന്നെ ആ 1/2ലുള്ളതിൽ 1/3 1/3 കുട്ടികൾ ഗണിത ക്ലബിലുണ്ട്. ഇവർ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണ്? ഹാഫ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്. എ തേർഡ് ഓഫ് ദം ആർ ഇൻ ദ മാത്സ് ക്ലബ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ക്ലാസ് ആർ ദേ? പെൺകുട്ടികൾ എത്ര ആൾക്കാരുള്ളത്? ഹാഫ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ് എന്നാണ് പറഞ്ഞത്. പകുതി കുട്ടികളും പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ പകുതി പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാഫാണ്. 1/2. ഇനി ഗണിത ക്ലബിലുള്ള പെൺകുട്ടികളുടെ ഭാഗം, ഫ്രാക്ഷൻ ഓഫ് നമ്പർ ഇൻ ദ മാത്സ് ക്ലബ്ബ്. അപ്പം 1/2 ഇൻറ്റു 1/3 അല്ലേ? 1/3 കുട്ടികൾ മാത്സ് ക്ലബിലുണ്ട് എന്ന് പറഞ്ഞു. 1/2ന്റെ 1/3 കുട്ടികൾ മാത്സ് ക്ലബിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം 1/2 ഇൻറ്റു 1/3. 1 ഇൻറ്റു 1 1, 2 3s are 6. അപ്പോൾ 1/6 പാർട്ടാണ് ഉള്ളത്. 1/6 പാർട്ട്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഇൻ യുവർ ഹെഡ്, റൈറ്റ് ദം ആസ് പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാനാണ് പറഞ്ഞത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. 1/4 ഓഫ് 1/2. അപ്പം 1/2ന്റെ 1/4 അല്ലേ? 1/2 ഇൻറ്റു 1/4. 1/2 ഇൻറ്റു 1/4. 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 4 8.
അപ്പോൾ ഫസ്റ്റ് ആൻസർ എത്രയാണ് 1/8. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ 1/2 ഓഫ് 1/4. അപ്പോൾ 1/4 ഇൻറ്റു 1/2 അല്ലേ 1 ഇൻറ്റു 1 1 4 ഇൻറ്റു 2 8. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 1/8. ഇനി അടുത്ത 1/5 1/5 ഓഫ് 1/3. അപ്പം 1/3 ഇൻറ്റു 1/5. അപ്പോൾ 1 ഇൻറ്റു 1 3 ഇൻറ്റു 5 15 1/15. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. 1/3 ഓഫ് 1/3 എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 1/3 1 ഗുണിക്കണം 1 1 3 ഗുണിക്കണം 3 9 3 ഇൻറ്റു 3 1/9. ഇനി ഫിഫ്ത്ത് 1/6 ഓഫ് 1/3 1/3 ഇൻറ്റു 1/6. അപ്പോൾ 1 ഇൻറ്റു 1 1 6 ഇൻറ്റു 3 എത്രയാണ് 6 ഇൻറ്റു 3 18. ഓക്കെ, ഇനി നെക്സ്റ്റ് 1/3 ഓഫ് 1/6 1/6 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 1 6 ഇൻറ്റു 3 18. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് പേജ് 35 36. ഇനി പേജിലെ എത്ര പ്രോബ്ലംസ് ആണ്? നമ്മൾ 5 പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേജ് 40 പേജ് 40 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്കൊരു 5 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. കുറച്ച് മുമ്പേ ഇട്ട വീഡിയോസ് ആണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ കിട്ടും. തേങ്ങ പാഠഭാഗ പ്രവർത്തനം മലയാളവും ഇംഗ്ലീഷും എല്ലാ പാഠഭാഗത്തിൻ്റെയും വീഡിയോസ് സോഷ്യൽ സയൻസ് ഒക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് മുമ്പേ ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾ വളരെ താഴോട്ട് പോയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.